വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ജോഷുവയുടെ പുസ്തകം 15-ാം അധ്യായം. യഹൂദി ഗോത്രത്തിന് അവരുടെ കുടുംബങ്ങൾ അനുസരിച്ചുള്ള പങ്ക്. തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏദോം ഭൂവിഭാഗം വരെ. തെക്കേ അതിർത്തിയായി അവർക്കുള്ളത് ഉപ്പുകടലിന്റെ അറ്റം മുതലാണ്, തെക്കോട്ട് തിരിയുന്ന ഉൾക്കടൽ മുതൽ. അത് തെക്ക് നിന്നങ്ങോട്ട് അക്രാബിമിന്റെ കയറ്റത്തിലേക്ക് നീങ്ങുന്നു. എന്നിട്ട് സിന്നിലേക്ക് കടന്ന് തെക്ക് നിന്ന് കാദേശ് ബർണയിലേക്ക് കയറി ഹെസ്രോൺ കടക്കുന്നു. അദാറിലേക്ക് കയറി കർക്കായെ ചുറ്റുന്നു. അസ്മോനിലേക്ക് കടന്ന് ഈജിപ്ത് അരുവിയിലേക്ക് പുറപ്പെടുന്നു. ഭൂപ്രദേശത്തിന്റെ സീമാന്തങ്ങൾ കടലിലേക്കാണ്. ഇതായിരിക്കും അവർക്കുള്ള തെക്കേ അതിർത്തി. ജോർദാന്റെ അറ്റം വരെയുള്ള ഉപ്പ് കടലായിരിക്കും കിഴക്കേ അതിർത്തി. വടക്ക് വശത്തേക്കുള്ള അതിർത്തി ഉൾക്കടൽ മുതലാണ്, അതായത് ജോർദാന്റെ അറ്റം മുതൽ. അതിർത്തി ബേത് ഹോഗ്ല കയറി വടക്ക് നിന്ന് ബേത് അറാബയിലേക്ക് കടന്ന് റൂബന്റെ മകൻ ബോഹാന്റെ ശിലയുടെ അതിർത്തി കടക്കുന്നു. തുടർന്ന് അതിർത്തി ആഘോർ താഴ്വരയിൽ നിന്ന് ദബീറിലേക്ക് കയറി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്ക് നിന്നുള്ള അദുമ്മീം കയറ്റത്തിന്റെ എതിർവശത്താണ് അത്. പിന്നീട് അതിർത്തി കടക്കുന്നത് എൻ ഷമേഷ് ജലാശയത്തിലേക്കാണ്. അതിന്റെ സീമാന്തങ്ങൾ എൻ റോഗലിലേക്കും. പിന്നീട് അതിർത്തി തെക്ക് നിന്ന് ജബൂസ് ചെരുവിലേക്ക്, അതായത് ജെറുസലേമിലേക്ക് ബെൻ ഹിന്നം താഴ്വര കയറുന്നു. ഹിന്നം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടുമുള്ള മലമുകളിലേക്കാണ് അതിർത്തി കയറുന്നത്. മലമുകളിൽ നിന്ന് അതിർത്തി നെഫ്തോഹ ജലാശയ ഉറവയിലേക്ക് ചാഞ്ഞിട്ട് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾക്ക് സമീപം ചെന്ന് ബാല, അതായത് കിരിയാത്ത് യയാറിം ചുറ്റുന്നു. ബാലായിൽ നിന്ന് അതിർത്തി പടിഞ്ഞാറോട്ട് സെയിർ മലയിലേക്ക് വളയുന്നു. യയാറിം മലയുടെ അത് തന്നെ കെസാലോൺ വടക്കു നിന്നുള്ള ചെരുവിലേക്ക് മുന്നേറുന്നു. ബേത് ഷമേഷ് ഇറങ്ങി തിമ്ന കടക്കുന്നു. പിന്നെ അതിർത്തി വടക്കോട്ട് എക്രോൺ ചെരുവിലേക്ക് പുറപ്പെടുന്നു. തുടർന്ന് അതിർത്തി ഷിക്കറോണിലേക്ക് ചായുന്നു. ബാലാമല പിന്നിട്ട് യബ്നേൽ കടക്കുന്നു. അതിർത്തിയുടെ സീമാന്തങ്ങൾ സമുദ്രത്തിലേക്കാണ്. പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും ഭൂവിഭാഗവുമാണ്. ഇതാണ് തങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റുമുള്ള യഹൂദരുടെ ഭൂവിഭാഗം. ജോഷുവയോടുള്ള കർത്താവിന്റെ നിർദ്ദേശത്തിനൊത്ത് യെഫുന്നയുടെ മകനായ കാലേബിന് യഹൂദരുടെ മധ്യത്തിൽ അനാക്കിന്റെ പിതാവായ അർബായുടെ നഗരമായ ഹെബ്രോൺ ഓഹരിയായി അവൻ കൊടുത്തു. അനാക്കിന്റെ 3 മക്കളെ ശേഷായി, അഹിമാൻ, തൽമായി എന്നീ അനാക്കി ജാതരെ അവിടെ നിന്ന് കാലേബ് തുരത്തി. പിന്നീട് അവൻ തബീർ നിവാസികൾക്ക് നേരെ കയറി ചെന്നു. തബീറിന്റെ പേര് മുൻപ് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കാലേബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ ആക്രമിച്ച് അത് പിടിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കും. കാലേബിന്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒത്നിയേൽ അത് പിടിച്ചെടുത്തു. അവന് തന്റെ മകളായ അക്സായെ അയാൾ ഭാര്യയായി നൽകി. അവൾ എത്തിക്കഴിഞ്ഞപ്പോൾ തന്റെ പിതാവിനോട് ഒരു വയൽ ചോദിക്കാൻ അവൻ അവളെ പ്രേരിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് പ്രശ്നം? അവൾ പറഞ്ഞു, എനിക്ക് ഒരു അനുഗ്രഹം തന്നാലും. നീ എനിക്ക് നെഗോപദേശമാണല്ലോ തന്നിരിക്കുന്നത്. എനിക്ക് ജലാശയങ്ങളും തരിക. അയാൾ അവൾക്ക് മേലുറവകളും കീഴുറവകളും കൊടുത്തു. തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് യഹൂദി ഗോത്രത്തിന്റെ അവകാശം ഇതാണ്. നെഗബിൽ ഏദോം അതിർത്തിക്ക് അരികെ യഹൂദി ഗോത്രത്തിന്റെ പരിധിയിലുണ്ടായിരുന്ന പട്ടണങ്ങൾ കബ്സേൽ, ഏദർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദഷ്, ഹാസോർ, ഇത്നാൻ, സിഫ്, തേലേം, ബെയാലോത്, ഹസോർ ഹദാത്ത, ഹാസോർ തന്നെയായ കിരിയോത്, ഹെസ്രോൺ, ഹമാം, ഷെമ, മൊളാദ, ഹസർഗദ, ഹെഷ്മോൺ, ബത് പലേദ്, ഹസർ ഷുവാൽ, ബത്ഷബ, ബിസ്യോത്യ, ബാല, ഈം, ഹെസേം, എൽത്തോലാദ്, കെസിൽ, ഹോർമ, സിക്ലാഗ്, മത്മന്ന,
സൻസന്ന, ലബാവോത്ത്, ഷിൽഹീം, അയീൻ, റിമ്മോൻ എന്നിവ. അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സമതലത്തിൽ എഷ്താവോൽ, സോറ, അഷ്ന, സനോവ, എൻഗന്നീം, തപ്പുവ, ഏനാം, യാർമുദ്, അദുല്ലാം, സൊക്കോ, അസേക്ക, ഷാറയീം, അദീതയീം, ഗെദേറ, ഗെദേറോതയീം. അങ്ങനെ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാഷ, മിഗ്ദൽഗാദ്, ദെലേയാൻ, മിസ്പെ, യോക്തേൻ, ലാക്കീഷ്, ബൊസ്കത്ത്, എഗ്ലോൻ, കബോൻ, ലഹ്മാസ്, കിത്ലീഷ്, ഗദേറോത്ത്, ബേദ്ദാഗോൻ, നാമ, മക്കേദ. 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ലിബ്ന, എത്തർ, ആഷാൻ, ഇഫ്ത, അഷ്ന, നസീബ്, കെയില, അക്സീബ്, മാറേഷ. 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എക്രോണും അതിൻ്റെ ഉപനഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൺ മുതൽ പടിഞ്ഞാറോട്ട് അഷ്ദോദിന്റെ പാർശ്വത്തിലുള്ള സകലവും അവയുടെ ഗ്രാമങ്ങളും. ഈജിപ്ത് അരുവിയും മഹാസമുദ്രവും അതിൻ്റെ ഭൂപ്രദേശവും അതിർത്തിയും വരെ. അഷ്ദോദ് അതിൻ്റെ ഉപനഗരങ്ങൾ അതിൻ്റെ ഗ്രാമങ്ങൾ. ഗാസ അതിൻ്റെ ഉപനഗരങ്ങൾ അതിൻ്റെ ഗ്രാമങ്ങൾ. മലമ്പ്രദേശത്ത് ഷമീർ, യത്തീർ, സൊക്കോ, ദന്ന, ദബീർ എന്ന കിരിയാത്ത് സന്ന, അനാബ്, എഷ്തുമോ, അനീം, ഗോഷൻ, ഹോലോൻ, ഗിലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, റൂമ, ഏഷാൻ, യാനീം, ബേത്തപ്പുവ, അഫേക്ക, ഹുംത, ഹെബ്രോൺ എന്ന കിരിയാത്ത് അർബ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമെൽ, സിഫ്, യൂത്ത, ജിസ്രേൽ, യോഗ്ദാം, സനോവ, കയിൻ, ഗിബയ, തിംന എന്നീ 10 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹുൽ, ബേത്സൂർ, ഗെദോർ, മാറാദ്, ബേത് അനോദ്, എൽതെക്കോൻ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. കിരിയാത്ത് യെയാറിം എന്ന കിരിയാത്ത് ബാൽ, റബ്ബ എന്നീ 2 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബേത് ഹ അറാബ, മിദ്ദീൻ, സെക്കാക്ക, നിബ്ഷാൻ, ഈർഹമലഹ്, എൻഗേദി എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ ജെറുസലേം നിവാസികളായ ജബൂസുകളെ തുരത്താൻ യഹൂദർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നുവരെയും ജബൂസുകൾ യഹൂദരോടൊപ്പം ജെറുസലേമിൽ വസിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 16-ാം അധ്യായം. ജോസഫ്യർക്കുള്ള പങ്ക് പുറപ്പെടുന്നത് ജെറിക്കോയുടെ ജോർദാനിൽ നിന്ന് മരുഭൂമിക്ക് കിഴക്കോട്ട് ജെറിക്കോ ജലാശയത്തിലേക്കാണ്. അത് ജെറിക്കോയിൽ നിന്ന് മലമ്പ്രദേശമായ ബെഥേലിലേക്ക് കയറുന്നു. ബെഥേലിൽ നിന്ന് ലൂസിലേക്ക് പുറപ്പെട്ട് എറേക്കുകാരുടെ ഭൂപ്രദേശമായ അത്താറോത്ത് കടക്കുന്നു. തുടർന്ന് പടിഞ്ഞാറോട്ട്, അതായത് ജഫ്ലേത്തുകാരുടെ അതിർത്തിയിലേക്ക് താഴെയുള്ള ബെത്ത്ഹൊറോൺ ഭൂപ്രദേശം വരെയും ഗേസർ വരെയും ഇറങ്ങുന്നു. അതിൻ്റെ സീമാന്തങ്ങൾ കടലിലേക്കാണ്. അങ്ങനെ ജോസഫിന്റെ പുത്രന്മാരായ മനാസയും എഫ്രായിമും അവകാശം നേടി. എഫ്രായിമ്യരുടെ ഭൂപ്രദേശം തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ചായിരുന്നു. അവരുടെ അവകാശത്തിന്റെ അതിർത്തി കിഴക്കോട്ട് ബേത്ത്ഹൊറോൺ, എലിയോൺ വരെ അദ്രോത്ത് ആധാറായിരുന്നു. അതിർത്തി മിക്മെത്താത്തിന്റെ വടക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പുറപ്പെടുന്നു. കിഴക്കേ അതിർത്തി താനാത്ത് ശിലോ ചുറ്റി അതിനപ്പുറം കിഴക്ക് യനോഹായിലേക്ക് കടക്കുന്നു. യനോഹായിൽ നിന്ന് അത്താറോത്തും നാറാത്തായും ഇറങ്ങി അത് ജെറിക്കോയെ സ്പർശിക്കുന്നു. പിന്നെ അത് ജോർദാനായി മുന്നോട്ടു പോകുന്നു. പിന്നെ അതിർത്തി തപ്പുവായിൽ നിന്ന് കാന അരുവിയായി പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നു. അതിൻ്റെ സീമാന്തങ്ങൾ കടലിലേക്കാണ്. എഫ്രായിമ്യ ഗോത്രത്തിന്റെ അവകാശം തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് ഇതാണ്. ഒപ്പം മനാസേയരുടെ അവകാശത്തിനുള്ളിൽ എഫ്രായിമ്യർക്ക് നീക്കിവച്ചിരുന്ന പട്ടണങ്ങളും എല്ലാ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാൻകാരെ അവർ തുരത്തിയില്ല. കാനാൻകാർ ഇന്നുവരെയും എഫ്രായിമിന്റെ മധ്യേ വസിക്കുന്നു. അവർ അടിമഗണമായി തീർന്നു. ജോഷുവയുടെ പുസ്തകം 17-ാം അധ്യായം. തുടർന്ന് നറുക്കെടുപ്പ് മനാസയുടെ ഗോത്രത്തിന് വേണ്ടിയായിരുന്നു. അവനായിരുന്നുവല്ലോ ജോസഫിന്റെ ആദിജാതൻ. ഗിലെയാദിന്റെ പിതാവും മനാസയുടെ ആദിജാതനുമായ മാക്കീർ പോരാളിയായിരുന്നതുകൊണ്ട് ഗിലെയാദും ബാഷാനും അവൻ്റെതായി. അത് തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച്
മനാസയുടെ ശേഷിക്കുന്ന മക്കൾക്ക്, അതായത് അബിയേര്യർ, ഹേലക്യർ, അസ്രിയേലിയർ, ഷിക്കേമ്യർ, ഹെഫേര്യർ, ഷെമീര്യർ എന്നിവർക്കുള്ളതായിരുന്നു. അവർ തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ജോസഫിന്റെ മകനായ മനാസയുടെ മക്കളായ പുരുഷ പ്രജകളായിരുന്നു. മനാസയുടെ മകനായ മാക്കീറിന്റെ മകനാണ് ഗിലെയാദ്. അവന്റെ മകനായ ഹേഫേറിന്റെ മകൻ സെലോഫ്ഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരുണ്ടായിരുന്നില്ല. അവന്റെ പുത്രിമാരുടെ പേരുകൾ മഹല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവയായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിന്റെയും നൂനിന്റെ മകനായ ജോഷോയുടെയും നേതാക്കന്മാരുടെ മുൻപാകെ അഭ്യർത്ഥിക്കാനായി സമീപിച്ചു. ഞങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുന്നതിന് കർത്താവ് മോശയെ അനുശാസിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അവരുടെ പിതൃ സഹോദരന്മാർക്കിടയിൽ അവർക്കും അവകാശം നൽകി. അങ്ങനെ ജോർദാന്റെ മറുകര പ്രദേശമായ ഗിലെയാദും ബാഷാനും കൂടാതെ മനാസയുടെ പങ്കുകൾ 10 പതിച്ചു കിട്ടി. കാരണം മനാസയുടെ പെൺമക്കളും അവന്റെ ആൺമക്കൾക്കിടയിൽ അവകാശം നേടുകയുണ്ടായി. ശേഷിക്കുന്ന മനാസയർക്കുള്ളതായിരുന്നു ഗിലെയാദ് ദേശം. ഷെക്കെമിന് മുൻപിലുള്ള മിക്മെത്താദിന്റെ ആഷേർ മുതൽ മനാസയുടെ ഭൂവിഭാഗമാണ്. തെക്കോട്ടുള്ള അതിർത്തി എൻ തപ്പുവ നിവാസികളിലേക്ക് നീളുന്നു. തപ്പുവ ദേശം മനാസയുടേതാണ്. എന്നാൽ മനാസയുടെ അതിർത്തിക്കടുത്തുള്ള തപ്പുവ എഫ്രായിമ്യരുടേതും. അതിർത്തി താഴ്വരയ്ക്ക് തെക്കോട്ട് കാനാ അരുവി ഇറങ്ങുന്നു. മനാസയുടെ പട്ടണങ്ങൾക്കിടയിലെ ഈ പട്ടണങ്ങൾ എഫ്രായിമിൻ്റെതാണ്. പിന്നെ മനാസയുടെ അതിർത്തി അരുവിയുടെ വടക്ക് നിന്നാണ്. അതിന്റെ സീമാന്തങ്ങൾ കടലിലേക്കും തെക്ക് ഭാഗത്തേക്ക് എഫ്രായിമിൻ്റെതും വടക്കു ഭാഗത്തേക്ക് മനാസയുടേതുമാക്കി സമുദ്രമാണ് അതിന്റെ അതിർത്തി. അവ വടക്ക് നിന്ന് ആഷേറും കിഴക്കു നിന്ന് ഇസാക്കറും സ്പർശിക്കുന്നു. ഇസാക്കറിലും ആഷേറിലുമായി ബെത്ശയാനും അതിന്റെ ഉപനഗരങ്ങളും, ഇബ്ളയാമും അതിന്റെ ഉപനഗരങ്ങളും, ദോർ നിവാസികളും അതിന്റെ ഉപനഗരങ്ങളും, എൻഡോർ നിവാസികളും അതിന്റെ ഉപനഗരങ്ങളും, തനാക്ക് നിവാസികളും അതിന്റെ ഉപനഗരങ്ങളും, മെഗിദോ നിവാസികളും അതിന്റെ ഉപനഗരങ്ങളും, ഷെലോഷേത് ഹന്നഫെത്തും മനാസയ്ക്കുണ്ടായിരുന്നു. എന്നാൽ മനാസയർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ആ നാട്ടിൽ വസിക്കുന്നതിനായി കാനാൻകാർ പിടിച്ചു നിന്നു. പക്ഷേ ഇസ്രായേലിയർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാൻകാരെ ദാസവേലയ്ക്ക് നിയോഗിച്ചു. അവരെ പാടെ നിഷ്കാസനം ചെയ്തില്ല. ജോസഫ്യർ ജോഷിയുമായി ഇപ്രകാരം സംസാരിച്ചു: നീ എന്തുകൊണ്ടാണ് എനിക്ക് അവകാശമായി ഒരു നറുക്കും ഒരു പങ്കും തന്നത്? കർത്താവ് ഇത്രമാത്രം എന്നെ അനുഗ്രഹിച്ചതിനാൽ ഞാൻ ഒരു വലിയ ജനമാണല്ലോ. ജോഷ അവരോട് പറഞ്ഞു: നീ ഒരു വലിയ ജനമാണെങ്കിൽ കാട്ടിലേക്ക് കയറി അവിടെ പെരീസുകളുടെയും റാഫാകളുടെയും ദേശത്ത് നിങ്ങൾക്കായി വെട്ടിത്തെളിക്കുവിൻ. എഫ്രായിം മല നിനക്ക് തീരെ ഇടുങ്ങിയതാണല്ലോ. അപ്പോൾ ജോസഫ്യർ പറഞ്ഞു: മല ഞങ്ങൾക്ക് അപര്യാപ്തമാണ്. എന്നാൽ താഴ്വര ഭൂമിയിൽ വസിക്കുന്ന ബേത്ഷയാനിലും അതിന്റെ ഉപനഗരങ്ങളിലും ജിസ്രയേൽ താഴ്വരയിലുമുള്ള കാന്യാനഗണം മുഴുവനിലും ഇരുമ്പ് രഥമുണ്ട്. അപ്പോൾ ജോഷുവ ജോസഫ് ഭവനത്തോട്, അതായത് എഫ്രായിമിനോടും മനാസയോടും ഇപ്രകാരം പറഞ്ഞു: നീ വലിയൊരു ജനമാണ്, നിനക്ക് ഏറെ ശക്തിയുണ്ട്. വെറും ഒരു നറുക്കല്ല നിനക്കുണ്ടായിരിക്കുക. എന്തെന്നാൽ മല കാടാണെങ്കിലും നീ അത് വെട്ടിത്തെളിക്കണമെങ്കിലും അത് നിനക്കുള്ളതാണ്. അതിന്റെ സീമാന്തങ്ങൾ നിനക്കുള്ളതായിരിക്കും. കാന്യാനിഗണത്തിന് ഇരുമ്പ് രഥമുണ്ടെങ്കിലും അത് ശക്തമാണെങ്കിലും നീ തീർച്ചയായും അതിന് നിഷ്കാസനം ചെയ്യും. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം. എന്റെ മകനെ, നിന്റെ അയൽക്കാരന് വേണ്ടി നീ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ, അപരിചിതനുമായി നിന്റെ കരതലം അടിച്ചിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ വാമൊഴികളാൽ കുരുക്കിലായിട്ടുണ്ടെങ്കിൽ, നിന്റെ വാമൊഴികളാൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ മകനെ, ഇപ്പോൾ നീ ഇത് ചെയ്യുക. നീ അയൽക്കാരന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നതിനാൽ സ്വയം മോചിതനാവുക. നീ ചെന്ന് സ്വയം വിനയപ്പെട്ട് നിന്റെ അയൽക്കാരനെ നിർബന്ധിക്കുക. നിന്റെ മിഴികൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ അനുവദിക്കാതിരിക്കുക. കയ്യിൽ നിന്ന് കലമാനിനെ പോലെയും വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് പക്ഷിയെ പോലെയും സ്വയം വിമോചിതനാകുക. ഹേ മടിയ, എറുമ്പിന്റെ അടുത്ത് ചെല്ലുക, അതിന്റെ വഴികൾ കണ്ട് ജ്ഞാനിയാകുക. ദണ്ഡാധികാരിയോ കാര്യസ്ഥനോ ഭരണകർത്താവോ അതിനില്ല. എന്നിട്ടും അത് വേനൽക്കാലത്ത്
തൻ്റെ ഭക്ഷണം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീറ്റ ശേഖരിക്കുന്നു. ഹേ മടിയ, നീ എത്ര നേരമാണ് ശയിക്കുന്നത്? നിന്റെ ഉറക്കത്തിൽ നിന്ന് നീ എപ്പോൾ ഉണരും? അല്പം ഉറക്കം, അല്പം മയക്കം, അല്പം കൂടി കൈകെട്ടി ശയനം. അപ്പോഴാണ് നിന്റെ ദാരിദ്ര്യം ദ്രുതഗതിക്കാരനെ പോലെ വരുന്നത്, ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും. കൊള്ളരുതാത്ത മനുഷ്യർ ഉപകാരം കെട്ടവനാണ്. വായുടെ ദൂഷിപ്പുമായി അവൻ നടക്കുന്നു. അവൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു, കാലുകൊണ്ട് തോണ്ടുന്നു, വിരലുകൾ കൊണ്ട് ചൂണ്ടുന്നു. അവന്റെ ഹൃദയത്തിൽ നികൃഷ്ടതയാണ്. അവൻ എല്ലാ നേരവും ദുഷ്കർമ്മിയാണ്, വഴക്കിന് വഴിവെക്കുകയും ചെയ്യുന്നു. തന്മൂലം പെട്ടെന്ന് അവന്റെ ദുരന്തം വന്നു ചേരും. ഒരു കണ്ണിമയ്ക്ക് അവൻ തകർക്കപ്പെടും, പ്രതിവിധി ഉണ്ടാവുകയില്ല. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7 കാര്യങ്ങൾ അവിടുത്തെ ആത്മാവിന് മ്ലേച്ഛതകളാണ്. ഗർവുള്ള കണ്ണുകൾ, കാപട്യമുള്ള നാവ്, നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈകൾ, ദുഷ്ടതയുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്നതിന് തിടുക്കം കൂട്ടുന്ന കാലുകൾ, കള്ളം പറയുന്ന കപടസാക്ഷി, സഹോദരർക്കിടയിൽ വഴക്കിന് വഴിവെക്കുന്നവൻ. എൻ്റെ മകനെ, നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക, നിന്റെ മാതാവിന്റെ പ്രബോധനം നിരസിക്കുകയും അരുത്. അവ നിന്റെ ഹൃദയത്തോട് ചേർത്ത് സദാ ബന്ധിച്ചു കൊള്ളുക. അവ നിന്റെ കണ്ഠത്തിൽ ചുറ്റിക്കെട്ടുക. നീ ചുറ്റി നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും. നീ കിടക്കുമ്പോൾ അത് നിന്നോട് ചേർന്ന് കാവലിരിക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംഭാഷണം നടത്തും. എന്തെന്നാൽ കൽപ്പന ദീപവും പ്രബോധനം ദീപ്തിയും, ശിക്ഷണത്തിന്റെ ശാസനകൾ ജീവന്റെ വഴിയുമായിരിക്കുന്നത്. ചീത്ത സ്ത്രീയിൽ നിന്ന്, അന്യയുടെ നാവിന്റെ വശ്യതയിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കാനാണ്. അവളുടെ സൗന്ദര്യം നീ ഹൃദയം കൊണ്ട് മോഹിക്കരുത്. കടാക്ഷ വിക്ഷേപങ്ങൾ കൊണ്ട് നിന്നെ അവൾ പാട്ടിലാക്കാതിരിക്കട്ടെ. എന്തെന്നാൽ വ്യഭിചാരിണിയായ സ്ത്രീയുടെ വില ഒരപ്പകഷ്ണത്തോളമാണ്. ഭർത്തൃമതിയായ സ്ത്രീയാകട്ടെ നിന്റെ അമൂല്യ ജീവനെ വേട്ടയാടും. സ്വന്തം ഉടുപ്പുകൾ കത്തിപ്പോകാതെ ഒരുവനെ തന്റെ വക്ഷസിൽ തീ കൊണ്ട് നടക്കാനാകുമോ? അല്ലെങ്കിൽ തന്റെ കാലുകൾ പൊള്ളാതെ കനലിനു മീതെ ഒരുവന് നടക്കാനാകുമോ? അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അതുപോലെ തന്നെ. അവളെ സ്പർശിക്കുന്ന ആരും ശിക്ഷാമുക്തനാവുകയില്ല. പട്ടിണിയായതിനാൽ വിശപ്പടക്കാനാണ് മോഷ്ടിക്കുന്നതെങ്കിൽ മോഷ്ടാവിനോട് ആളുകൾക്ക് അവജ്ഞ തോന്നില്ല. പിടിക്കപ്പെട്ടാൽ അവൻ 7 മടങ്ങ് പകരം കൊടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. തന്റെ വീട്ടുമുതലെല്ലാം അവൻ കൊടുക്കേണ്ടി വരും. സ്ത്രീയുമായി വ്യഭിചരിക്കുന്നവൻ ചിന്താശൂന്യനാണ്. അത് ചെയ്ത് അവൻ തന്നെ നശിപ്പിക്കുന്നു. ക്ഷതവും മാനഹാനിയും അവൻ നേരിടേണ്ടി വരും. അവന്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. അസൂയ തന്നെയാണ് പുരുഷന്റെ ക്രോധം. പ്രതികാര ദിനത്തിൽ അയാൾ ദാക്ഷിണ്യം കാട്ടുകയില്ല. ഒരു മോചനദ്രവ്യത്തിനും അയാളെ പ്രീണിപ്പിക്കാനാവില്ല. പാരിതോഷികം വർദ്ധിക്കുന്നത് കൊണ്ട് സമ്മതിക്കുന്നവനുമല്ല അയാൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് പറയണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ ഭാഗം വയ്ക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? എൻ്റെ ധാന്യം ശേഖരിക്കാൻ എനിക്കിടമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അവിടെ എൻ്റെ മുഴുവൻ ധാന്യവും വിഭവങ്ങളും ശേഖരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിക്കുക, ആഹ്ലാദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവത്തിലേക്ക് സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി നിധി കൂട്ടിവെക്കുന്നവനും. വീണ്ടും അവൻ തന്റെ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്തു ധരിക്കും എന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും
ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ കളപ്പുരയോ അവയ്ക്കില്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠാകുലരാകുന്നത് കൊണ്ട് ആയുസ് ഒരു വിനാഴിക കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ഉത്കണ്ഠാകുലരാകുന്നതെന്തിന്? ലില്ലികളെ നോക്കുവിൻ, എങ്ങനെ അവ വളരുന്നു. അവ അധ്വാനിക്കുകയോ നൂൽക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാകുകയും വേണ്ട. ലോകത്തിന്റെ ജനതകളാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവ ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് ധർമ്മം കൊടുക്കുവിൻ. കീറിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കുവിൻ, സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപവും. അവിടെ കള്ളൻ അടുക്കുകയോ ചിതലെടുക്കുകയോ ഇല്ല. കാരണം നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.